ഇങ്ങനെയുള്ള ശക്തമായിട്ടുള്ള കഥാപാത്രം ആദ്യമായി പറയാനുണ്ടെങ്കിൽ മലയാളത്തിൽ KGF-ഉം ബാഹുബലിയും പോലെ ചെയ്യാനുള്ള കഥാപാത്രം ചെയ്യാനുള്ള ശക്തമായുള്ള ആർട്ടിസ്റ്റ് മലയാളത്തിൽ പൃഥ്വിരാജ് സുകുമാരനെ കൊണ്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ സിനിമ ഗംഭീരം സിനിമയാണ്. വെറും ഒരു 14 ജില്ലയിൽ നിന്ന് ഒതുങ്ങിപ്പോകുന്ന സിനിമയല്ല. ഇത് 28 സ്റ്റേറ്റിലേക്ക് പൃഥ്വിരാജ് സുകുമാരനെ അറിയാൻ പോകുന്നുണ്ട്. മലയാളത്തിൽ നമുക്കൊരു മഹാഭാഗ്യം തന്നെയാണ് പൃഥ്വിരാജിനെ പോലെയുള്ള നടൻ മലയാളത്തിൽ കിട്ടിയത്. KGF-നേക്കാളും ഗംഭീരമായിരിക്കുന്നു. KGF-ന്റെ മോളാണോ അതെ KGF-ന്റെ ഒപ്പം രണ്ട് കഥയാണ്. നെക്സ്റ്റ് പാർട്ടില് എങ്ങനെയുണ്ട് സിനിമ? ഗംഭീരം. എങ്ങനെയുണ്ട് സിനിമ? മേക്കിംഗ് വൈസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പലരും പറഞ്ഞ് KGF തന്നെ വീണ്ടും കാണുന്ന പോലെ ആ ഒരു ഫ്രെയിമും ഷെയ്ഡും ഒക്കെ അതുപോലെ. എന്നാലും ആ കഥ കുറച്ചുകൂടെ എനിക്ക് KGF-നേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓവറോൾ എന്താണ് ഒരു കണ്ടിറങ്ങിയ ഒരു ഫീൽ? നല്ലൊരു എക്സ്പീരിയൻസ്. പാരന്റൽ സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് പൃഥ്വിരാജ് വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. ഉണ്ട്. പിന്നെ സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും. സിനിമ എങ്ങനെയുണ്ട്? KGF-ന്റെ അത്ര വരുന്നില്ല. നല്ല പടം. KGF-നേക്കാളും കൊള്ളാമോ? അതാ എങ്ങനെയാണ്? അത്ര പോരാ. മേക്കിംഗ് എല്ലാം പ്രശാന്തിൽ ടിപ്പിക്കൽ സ്റ്റൈൽ തന്നെയാണ്. KGF ആയിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. ബാഹുബലി സൂപ്പർ ആയിട്ടാ. ഈ സലാർ എന്ന് പറയണതേ ഇത് ചളിച്ച സാമ്പാർ പോലെയായി. ഒരു കാശിനുള്ളൂ. നല്ല സൂപ്പർ. പൃഥ്വിരാജൊക്കെ നല്ല സൂപ്പറിങ് ഉണ്ടായിരുന്നു. പ്രഭാസ് നല്ല ലുക്കൊക്കെ തിരിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പി ആയിരുന്നു. ലാസ്റ്റൊക്കെ നല്ല ഇതായിരുന്നു. സൂപ്പർ പടമായിരുന്നു. KGF-ന്റെ പക്ഷെ കഥ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് നല്ല കഥയാണ്. നല്ല കുറെ ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ട്. ചില ആൾക്കാര് ഇത് പോരെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഡയലോഗ്സും ഒക്കെ തീരെ ഷോക്കാണ്. KGF-ന്റെ അത്ര ഡയലോഗ്സ് ഒന്നും മോളിലാണെന്നുള്ളതും പറയുന്നുണ്ട്. പല രീതിയിൽ KGF വേറെ ലെവലാണ്. KGF-ന്റെ അത്ര ഒന്നുമില്ല. അങ്ങനെ ഡയലോഗ്സും ഒക്കെ ഷോക്കാണ്. കോമഡി പോലെ തോന്നുന്നു നമുക്ക്. മലയാളത്തിലായതുകൊണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളി. പ്രഭാസിന്റെ ഒരു കംബാക്ക് എങ്ങനെ നോക്കി കാണും? അങ്ങനെ കംബാക്ക് എന്ന് പറഞ്ഞാൽ നല്ല മുന്നത്തെ പടത്തേക്കാളും കമ്പാരിറ്റീവ്ലി നല്ല ബെറ്റർ പടമാണ് ഈ സിനിമ.